നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാര മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ KP അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലിഖിതമായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെന്റുകളും ഭരണ സംവിധാനങ്ങളും കോടതിയും എല്ലാം അതിന്റെ ഭാഗമായിട്ടാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യൂണിയൻ ജാക്കിന്റെ പതാക താഴ്ത്തി അവിടെ ഇന്ത്യയുടെ ദേശാഭിമാനത്തിന്റെ ദേശീയ ബോധത്തിന്റെ മൂവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുമ്പോ ഈ രാജ്യം കേവല സ്വാതന്ത്ര്യമല്ല സമ്പാദിച്ചത്, പരമാധികാരം സമ്പാദിച്ചു. ജനാധിപത്യ അവകാശം നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി ദേശീയ ബോധം നമുക്ക് സ്വന്തമായി. ആ രാജ്യത്താണ് ഞാനും നിങ്ങളും അടങ്ങുന്ന 140ഓളം വരുന്ന കോടി മനുഷ്യർ ജീവിക്കുന്നത്. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ഈ വ്യാപാര ശൃംഖലയാണ്, ഈ വ്യവസായ മേഖലയാണ്. ആ മേഖലയെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും പകർന്നു നൽകുന്നത് ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് 6 കോടിയോളം വരുന്ന പ്രത്യക്ഷമായി മുതൽ മുടക്കിയിട്ടുള്ള വ്യാപാര ശൃംഖലയിൽ നിന്നാണ്. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി ES ബിജു, വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ്, ജാഥ മാനേജർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശ്, KM ലെനിൻ, V പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ C മനോഹരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P വിജയൻ, സെക്രട്ടറി PM സുഗുണൻ, പ്രശോഭ് MP, വിനീഷ് VV, CV ശശി, പ്രേമൻ P ഉല്ലാസൻ, PP ബാലകൃഷ്ണൻ, KP സദാനന്ദൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. GST അപാകത പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 8% GST പിൻവലിക്കുക, ഓൺലൈൻ വ്യാപാര നിയമം മൂലം നിയന്ത്രിക്കുക, വ്യാപാരി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി 13-ന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ഇന്നലെ കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.